ഹായ് ഗൈസ്, IPL 2025 പുനരാരംഭിക്കുന്നു. ഈ വരുന്ന 16-ാം തീയതിയായിരിക്കും മാച്ചസ് തുടങ്ങുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഫിഫയുടെ റീഷെഡ്യൂൾ അനുസരിച്ചാണ് മാച്ചസ് നടക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരിക്കും മാച്ചസ് നടക്കുക എന്നാണ് വിചാരിക്കേണ്ടത്. പക്ഷേ മറ്റ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതിൽ ഞാൻ അല്പസമയങ്ങൾക്ക് ശേഷം പറയുന്നതായിരിക്കും. ഇപ്പോഴത്തെ മത്സരങ്ങളിൽ ടീമുകൾ റീഷെഡ്യൂൾ ആകിപ്പോയി. പ്ലേയേഴ്സ് കുറവാണ്. RCBക്ക് ജോഷ് ഹേസൽവുഡിന് ടീമിലേക്ക് കിട്ടുമോ എന്നറിയില്ല. അദ്ദേഹം എത്തേണ്ടതായുണ്ട്. അതുപോലെ ഗുജറാത്തിന് ജോസ് ബട്ട്ലർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ട്രാവിസ് ഹെഡും പാറ്റ് കമ്മിൻസും തിരിച്ചു മടങ്ങുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധം സംഘർഷം നിന്ന് മാറി നിൽക്കുമ്പോൾ മാച്ചസ് തുടങ്ങാൻ സാഹചര്യം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കണം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഞാൻ ഇവിടെ അവസാനം അത് നിങ്ങൾക്ക് വിഷമകരമാകുമോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറയുന്നതായിരിക്കും. മാച്ചസ് റീഷെഡ്യൂൾ ചെയ്ത രീതിയിൽ അനുസരിച്ച് തന്നെ ഫസ്റ്റ് പഞ്ചാബ് ഡൽഹി മാച്ച് നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുശേഷം ബാക്കി മത്സരങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രണ്ട് മത്സരങ്ങളാണ് BCCI പറഞ്ഞിരിക്കുന്നത്. സോ ഈ മത്സരങ്ങളൊക്കെ ഒരു രീതിയിലെത്തുമ്പോഴേക്കും മാച്ചസ് ഒരു ഗുണമാകും എന്ന് തന്നെ വിചാരിക്കും. ഇപ്പോൾ മാച്ച് പറഞ്ഞിടുന്നത് നല്ല രീതിയിൽ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. പക്ഷേ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. BCCI 1 മണിക്കൂറിനകം റീഷെഡ്യൂൾ പുറത്തുവിടുമെന്ന് വിചാരിക്കാം. പക്ഷേ ഒരു റീഷെഡ്യൂൾ തിരിഞ്ഞു നോക്കുമ്പോൾ 16-ാം തീയതി തന്നെ മാച്ച് തുടങ്ങും എന്ന് തന്നെ വിചാരിക്കണം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതോടുകൂടി മാച്ചസ് തുടങ്ങുകയായി എന്ന് തന്നെ വിചാരിക്കണം. അതുപോലെ മറ്റ് കുറച്ച് ഞാൻ ഇതിൽ തോന്നുന്നുണ്ട്. ഞാൻ പറയാം. ഞാൻ അവസാനത്തേക്ക് പോയി നിൽക്കുകയാണ്. ആരൊക്കെ പ്ലേ ഓഫിലെത്തും എന്നുള്ള സാഹചര്യത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. ആ ടീമുകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ കാണാം. അതുപോലെ പ്ലേ ഓഫിലെത്താൻ സാധ്യതയുള്ള ടീംസാണ് പഞ്ചാബ്, ഡൽഹിക്ക് ചാൻസ് ഇല്ല. പക്ഷേ പഞ്ചാബ്, മുംബൈ, ബാംഗ്ലൂർ ആൻഡ് ഗുജറാത്ത് ഇവർക്കാണ് പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ നേരിടുന്നത്. പക്ഷേ ഇപ്പോൾ RCBക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്കിപ്പർ ഫോം ഔട്ടായി. അവർ സ്കിപ്പർ പരിക്കേറ്റിരിക്കുകയാണ്, പഠിക്കലും. പക്ഷേ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന മറ്റൊരു പ്ലെയർ റീപ്ലേസ്മെൻറ്റ് RCBക്ക് റോളും ചെയ്തത്. അതായത് പഠിക്കലിൻ്റെ പകരം ആരായിരിക്കും ഇറങ്ങുമെന്ന് ചോദിച്ചാൽ മായങ്ക് അഗർവാളിന് ഒരു സ്ഥാനം നൽകുകയാണ് എന്ന് തന്നെ വിചാരിക്കണം. സോ മാച്ചസ് റീഷെഡ്യൂൾ ആയി എത്തുകയാണ്. ഇനി എത്ര ദിവസം നമുക്ക് നോക്കാം. ക്ഷീണമില്ല. ഇനി വെറും 4 ദിവസങ്ങളാണ് വളരെ. പക്ഷേ 15-ഓ 16-ഓ എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. ഇത് 16-ാം തീയതിയിലേക്ക് നീട്ടിയിരിക്കുന്നു. മറ്റൊരു വിഷമകരമായ വാർത്ത എന്നത് നമ്മുടെ രോഹിത് ശർമ്മ, അതായത് ഹിറ്റ്മാൻ നിയമിച്ചെന്നുള്ള കാര്യം നമ്മൾ CSK കൊൽക്കത്ത മാച്ചിൽ ഈഡൻ ഗാർഡൻസിൽ തന്നെ അറിഞ്ഞാണ്. പക്ഷേ അതിന് പുറമെ ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലി വിരമിക്കുകയാണ്. ഇന്ത്യക്ക് ഉജ്ജ്വല തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ അവർ ഇനി സീനിയേഴ്സ് ഇല്ലാത്ത രീതിയിലേക്കാണ് വന്നത്. ജസ്പ്രീത് ബുംറ മാത്രമായിരിക്കും. പക്ഷേ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കുള്ള നോട്ടത്തിൽ ശുഭ്മാൻ ഗിൽ തന്നെയാണ് സ്ഥാനം. സോ ഈ IPL തുടങ്ങാനുള്ള കാത്തിരിപ്പ് നമുക്ക് ഒരു സന്തോഷമായ വാർത്തയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നല്ല ദിവസം തുടങ്ങും എന്ന് വിചാരിക്കാം. സോ മാച്ചസ് ടു ബി ഹെൽഡ് ആറ്റ് എന്ന് ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുകയാണ്. അത് ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദിലും നടക്കും എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.